പെങ്ങളെ, ഞങ്ങളുടെ അപ്പും നല്ലവനാ. നീ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ. എന്ത് തെമ്മാടത്തിലാണോ നീ കാണിക്കുന്നത്? താലി കെട്ടിയ ദിവസം തന്നെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവമാനിക്കാൻ. നിന്റെ കൂടപ്പിറപ്പ് കാരണം എന്റെ പെങ്ങളൊഴുക്കിയ കണ്ണീരിന് കണക്ക് തീർക്കാൻ അതിനുവേണ്ടി മാത്രം ഒരുമാതിരി കവല പെണ്ണുങ്ങളെ പോലെ ക്ഷുദ്രവേല കൊണ്ട് അപ്പൂനെ തോൽപ്പിക്കാമെന്ന് കരുതെങ്കിൽ നിനക്ക് തെറ്റി. ഒന്ന് പരിചയപ്പെടാൻ വിളിച്ചതാ. ഡിസ്റ്റർബൻസ് ഒന്നും ആയില്ലല്ലോ? ഇങ്ങോട്ട് നീങ്ങിക്ക. പെങ്ങൾക്ക് ഞങ്ങളെ ആരും അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് പെങ്ങളെ നന്നായി അറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ മായക്കുട്ടി ആളുകളുടെ മുഖത്ത് നോക്കല്ലേ, അതാ ഞങ്ങളെ അറിയാത്തത്. അപ്പേ നീ ഭാഗ്യവാനാണ് 100 വട്ടം പറഞ്ഞാ പോലെ. ഇത്ര അടക്കോ ഒതുക്കമുള്ള ഒരു പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടിയല്ലോടാ. ഇങ്ങോട്ട് വാമായ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. പെങ്ങളെ, ഞങ്ങളുടെ അപ്പും നല്ലവനാ. നീ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളണേ. അതൊക്കെ അവൻ നോക്കിക്കോളൂടാ. മായ, പട്ടിക്കാട്ട് ജനിച്ചോളം നിനക്ക് ഇതൊന്നും ശീലമില്ലെന്നറിയാം. പക്ഷെ ഇന്നത്തോടെ നിന്റെ ഈ കൺട്രി സ്വഭാവം ഒക്കെ മാറ്റിക്കോണം. മെട്രോപൊളിറ്റൻ സിറ്റികളിൽ ജീവിച്ച ഈ അപ്പുവിന്റെ ലൈഫ് സ്റ്റൈലും ടേസ്റ്റുകളും തന്നെ ആയിരിക്കണം നിന്റേത്. അപ്പോട്ടാ, ഞാൻ മുറിയിലോട്ട് പൊക്കോട്ടെ? ഇവിടെ നിക്ക്. അപ്പോ എന്ത് തെമ്മാടത്തിലാണോ നീ കാണിക്കുന്നത്? താലി കെട്ടിയ ദിവസം തന്നെ സ്വന്തം ഭാര്യയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവമാനിക്കാൻ. നീ ഒരു മനുഷ്യനാണോടാ? മിണ്ടരുത്. നീ സ്വയം ന്യായീകരിക്കാനും ശ്രമിക്കണ്ട. പൊറുക്കാനാവാത്ത തെറ്റാ നീ ചെയ്തത്. മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നീ കണ്ടുപിടിച്ച സംസ്കാരം ഇതാണെങ്കിലേ അത് ഈ വീട്ടിൽ നടപ്പാക്കാൻ നോക്കണ്ട. മോളെ, എന്റെ മകന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. മോളിച്ചല്ലേ. നിങ്ങൾക്കും ഇല്ലേ അമ്മ പെങ്ങന്മാര്? മായയുടെ സ്ഥാനത്ത് അവർക്കാണ് ഈ അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അങ്കിൾ, ഞങ്ങൾ മതി. വിശദീകരണമൊന്നും വേണ്ട. എല്ലാം എനിക്കറിയാം, എല്ലാവരെയും അറിയാം. നേരം പാതിരയായി, നിങ്ങൾ ചെല്ലേ. എടാ അപ്പോ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങണ്ടാ. അപ്പൊ ഓക്കെ അളിയാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അളിയാ. പോട്ടടാ. ഗുഡ് നൈറ്റ്. മിഴിച്ചു നിൽക്കാ ചെല്ലടാ. ചെന്നാ പാവത്തിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയും. എന്നാൽ ഈ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്താവും. അയ്യോ വേണ്ട, ബഹുമാന പ്രകടനം എനിക്കിഷ്ടമല്ല. പൂങ്കണ്ണീരൊഴുകി സിമ്പതി പിടിച്ച് പറ്റാനും നോക്കണ്ട. ഒരു നല്ല കാര്യം നടന്ന വീടായത്. പക്ഷെ നീയായിട്ട് എല്ലാം നശിപ്പിച്ചു. കുടുംബങ്ങൾ തമ്മിലുള്ള പകയും വിദ്വേഷവും മറന്ന് പള്ളിക്കൽ തറവാടിന്റെ വിളക്കായി നിന്നെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായവരായി ഈ വീട്ടിലുള്ളവര്. എന്നിട്ടോ പലത് കാലെടുത്ത് വെച്ച് കയറിയപ്പോഴേ ദുശകുനം, കണ്ണീരും കലഹവും. അതൊന്നും പോരാഞ്ഞിട്ട് എന്റെ ചങ്ങാതിമാരെ നീ നിമിത്തം അപമാനിക്കപ്പെട്ടിരിക്കുന്നു. മുറിവേറ്റത് അപ്പുവിന്റെ മനസ്സിനാ. കാലം ഉണക്കാത്ത മുറിവൊക്കെ മേല് പിന്നെയും മുറിവ്. അപ്പുവിന് ക്ഷമിക്കാനും പൊറുക്കാനും അറിയില്ലടി. എന്താ നീ വിളിച്ചത്? അപ്പു ഏട്ടാന്നോ? പാടില്ല, നീ എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. സ്നേഹത്തോടെ നീ എന്നെ അങ്ങനെ വിളിക്കുന്നതിന് മോഹിച്ച് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നീ വിളിച്ചില്ല, അപ്പുവിന്റെ മനസ്സറിഞ്ഞില്ല. ഇന്നിപ്പോ ഇത് വെറും നാട്യം. ശ്രീനിലയത്തിലെ മായാദേവി ഒന്നാം തരം നാട്യക്കാരിയാണെന്ന് പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിൽ നീ എന്ന മോഹവും പേര് നടന്ന കൗമാരം തൊട്ട് ഒന്നും മറന്നിട്ടില്ലല്ലോ.
മറക്കാൻ ശ്രമിച്ചാലും അതിനാവില്ല നിനക്ക്. അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട് നിന്നെ. ഇല്ലെന്ന് നെഞ്ചു തൊട്ട് പറയാനാവൂ നിനക്ക്? ഒരുമിച്ച് കളിച്ചു കിടന്ന കാലത്ത് കുസൃതി കുടുക്കിയായ കളിക്കൂട്ടുകാരിയോട് തോന്നിയ കൗതുകം, സ്വപ്നം കാണാൻ തുടങ്ങിയ പ്രായത്തിൽ മുറപ്പെണ്ണെന്ന വിളിപ്പേരുള്ള അവകാശവാദം, അടങ്ങാത്ത സ്നേഹം കൊണ്ട് മാത്രം അപ്പു ഭ്രാന്തിന്റെ വക്കോളം എത്തിപ്പോയി. പ്രാണനെ പോലെ സ്നേഹിക്കുന്നു എന്ന് പലതവണ പറഞ്ഞു. ഒരുമിച്ച് ജീവിക്കാൻ മോഹിച്ചു. പക്ഷെ നീ അവനെ അവഗണിച്ചു, ക്രൂരമായിട്ട് നിന്ദിച്ചു, പുറംകാലം കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചു. മുഴുവൻ ഭ്രാന്തനായി പോകാതിരിക്കാനാ കണ്ണത്താ ദൂരത്തേക്ക് ഒളിച്ചോടിപ്പോയത്. ജീവിതം കരിപ്പിടിപ്പിക്കാനായി മഹാനഗരങ്ങളിൽ അലയുമ്പോഴും അഴുക്കുചാലുകൾ നീന്തി കയറുമ്പോഴും പരിചയപ്പെട്ട പീറ പെണ്ണുങ്ങളെ വാശിയോടെ കരുവേപ്പല പോലെ വലിച്ചെറിയുമ്പോഴും ഈ മനസ്സിനകത്ത് നീ ഉണ്ടായിരുന്നു, നീ മാത്രം. വെട്ടിപ്പിടിക്കാനുള്ളതെല്ലാം വെട്ടിപ്പിടിച്ച് തിരിച്ചു വന്നത് മോഹിച്ച പെണ്ണിനെ സ്വന്തമാക്കി സസന്തോഷം ജീവിച്ചു തീർക്കാനല്ല, സഹിച്ച അപമാനങ്ങൾക്കും ഉണങ്ങാത്ത മുറിവുകൾക്കും പകരം വീട്ടാൻ. നിന്റെ കൂടപ്പിറപ്പ് കാരണം എന്റെ പെങ്ങളൊഴുക്കിയ കണ്ണീരിന് കണക്ക് തീർക്കാൻ. അതിനുവേണ്ടി മാത്രമാ അപ്പു നിന്റെ കഴുത്തിൽ താലി കിട്ടിയത്. എന്റെ ജീവിതത്തിൽ ഭാര്യയുടെ സ്ഥാനം ആയിരിക്കില്ല നിനക്ക്. ജന്മം മുഴുവൻ ഈ കാൽ കീഴ് കാവൽ പട്ടിയെ പോലെ നിന്നെ തളച്ചിടും. നരകിച്ച് നരകിച്ച് പള്ളിക്കൽ തറവാടിന്റെ അകത്തളങ്ങളിൽ ഉരുകി തീരണം നീ. എന്നാലേ ഈ നെഞ്ചിലെ പകയടങ്ങും. ആഹാ. 7:30 പുലർച്ചയ്ക്ക് തന്നെ എൻ്റെ മരുമോൾ എന്നിട്ട് കുളിച്ച് റെഡി ആയല്ലോ. നല്ലത് തന്നെ. പക്ഷേ പുത്തനച്ച് പുരപ്പുറം തൂക്കുന്നെന്ന് പറഞ്ഞ പോലെ ആവരുത്. എപ്പോഴും ഇതുണ്ടാകണം. ഒരു ഗ്ലാസ് ചായ ഇങ്ങ് തന്നെ. മധുരം കുറവാ, കടുപ്പാണേ കൂടുതലും. അമ്മ അടുക്കള കയറ്റാതെ ലാളിച്ച് വളർത്തേണ്ടതാ. ഒക്കെ പഠിച്ചോളും. നീ അച്ഛന് ചായ കൊടുത്തിട്ട് വന്നേ. ചെല്ലേ.
അച്ഛാ ചായ. മോള് രാവിലെ തന്നെ കുളിച്ച് റെഡിയായല്ലോ. കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. നല്ല ചായ. മായേ, അപ്പൂന് ചായ കൊണ്ട് കൊടുത്തേ. ഉറക്കം ഉണരുമ്പോ ചായ കിട്ടിയില്ലെങ്കിൽ അവൻ ചാടി കടിക്കാൻ വരും. വേഗം ചെല്ല്. അപ്പൂട്ടാ ചായ. എന്താ അപ്പൂട്ടാ? എന്താന്ന് നിനക്കറിയില്ലല്ലടി. കുളി ചീറന്മാര് കളഭവും ചേർത്ത് ക്ഷുദ്രകർമ്മമായിട്ട് വന്നിരിക്കുന്നു. ഉപ്പിട്ട് ചായ കൊടുത്ത് ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ ഏത് അവളാണ് നിന്നെ പഠിപ്പിച്ചത്? അപ്പൂട്ടാ എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിനക്കൊന്നും മനസ്സിലാവില്ലടി. മനസ്സിലാക്കി തരാടി ഞാൻ. ഒരുമാതിരി കവല പെണ്ണുങ്ങളെ പോലെ ക്ഷുദ്രവേല കൊണ്ട് അപ്പൂനെ തോൽപ്പിക്കാമെന്ന് കരുതെങ്കിൽ നിനക്ക് തെറ്റി. നീ എന്നല്ല ചത്ത് മണ്ണടിഞ്ഞ് നിന്റെ തന്ത എഴുന്നേറ്റ് വന്നാൽ പോലും അതിനാവലടി. ഒന്നാലോചിച്ചോ, അപ്പൂന് ശിക്ഷ അനുഭവിച്ച ശീലമല്ല, ശിക്ഷിച്ചേ ശീലമുള്ളൂ. അത് മനസ്സിലാക്കിയ നന്ന്. കടന്ന് പോടി കണ്ണുമെന്ന്. നീ എന്താ ഇവിടെ? കൊച്ചു വെളുപ്പാങ്കാലത്ത് മരുമോള് കാറ്റുകൊള്ളാൻ നിക്ക. ഞാൻ വെറുതെ. ആഹാ, സാരിയൊക്കെ നനഞ്ഞിരിക്കുന്നല്ലോ. ഇതെന്തു പറ്റി? അത് പടി തട്ടി ചായ തുളുമ്പി. ദേ, പറയുന്ന സത്യം തന്നെയാണോ? അതോ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുന്നതിന് മുമ്പ് വല്ല കൊനഷ്ടം ഒപ്പിച്ച് വഴക്കും വക്കാണോ ആയോ? ഇല്ലമ്മായി. എങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നേരം കളയാതെ അടുക്കളയിലോട്ട് ചെല്ല്. അവിടെ എന്തുമാത്രം പണി കിടക്കുന്നു. ചെല്ല്.
ഭയങ്കരയാണല്ലോ മായേ. ചായ ഇട്ടപ്പോ നിനക്ക് നിന്റെ ഭർത്താവിന് മാത്രം ഇട്ട് മിടുക്ക് കാട്ടിയല്ലേ? എന്തായാലും നിങ്ങൾക്ക് ചായ ഇടുന്നു, അതിന്റെ കൂടെ 2-3 ഗ്ലാസ് വെള്ളം കൂടുതൽ വെച്ചാ വളയൂരി പോവോ? അയ്യോ മൃദുലേച്ചി, ഞാൻ എല്ലാവർക്കും കൂടി ചായ ഇട്ടതാണല്ലോ. ദാ ഇവിടെ അടച്ചു വെച്ചിരുന്നു. മായേ, ചുമ്മാ കള്ളം പറയല്ലേ. ചായ ഇട്ട് പാത്രം കഴുകി വെച്ചത് നീ തന്നെയല്ലേ? ദാ നോക്ക്. മൃദുലേച്ചി, ഞാൻ ഒന്നും പറയണ്ട. പച്ച പാവത്തെ പോലെ നടിക്കുന്ന നിന്റെ തനി സ്വഭാവം എന്തെന്ന് ബോധ്യപ്പെട്ടു. ഇക്കണക്കിന് പോയാ അധികം വൈകാതെ ഈ വീട്ടിൽ നീ 2 അടുപ്പ് വെപ്പിക്കുമല്ലോ. ദൈവത്തെ ഓർത്ത് എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ മൃദുലേച്ചി. മായ നിങ്ങൾക്കറിയില്ലേ? അറിയാം, നന്നായി അറിയാം. എന്റെ ഭർത്താവ് എന്നോട് ചെയ്ത തെറ്റിന് കൂട്ടു നിന്നവളല്ലേ നീ?